കടുത്ത പ്രാദേശികവാദവുമായി DMK പ്രകടന പത്രിക. നീറ്റ് പരീക്ഷ നിരോധിക്കും, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നും ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു. ഗവർണർക്ക് അധികാരങ്ങൾ നൽകുന്ന 361 അനുച്ഛേദം ഇല്ലാതാക്കുമെന്നും പ്രകടന പത്രികയിൽ അവകാശവാദം. രാജ്യത്തെ മെഡിക്കൽ ഡെന്റൽ കോളേജ് പ്രവേശനത്തിനുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നിർത്തലാക്കുമെന്നാണ് DMKയുടെ വാഗ്ദാനം. The main focus was on the central government, the union government, and what the union government can do. We've tried to reach all sectors and all sections of people. To have a stable and good government, I think the numbers will be adequate for that. ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഇതു സംബന്ധിച്ച് DMK ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ DMK നീറ്റ് ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കുന്നത്. കേരളത്തിന് സമാനമായി ഗവർണറുടെ നിയമപരമായ ഇടപെടലുകളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് DMK. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് നിയമാധികാരം നൽകുന്ന 361 ഭരണഘടനാ അനുച്ഛേദം ഇല്ലാതാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. ഗവർണറുടെ നിയമനം മുഖ്യമന്ത്രി നടത്തുമെന്ന വിചിത്രമായ വാദവും DMK പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നു. ദ്രാവിഡിയൻ മോഡൽ വികസനം ഭാരതത്തിലാകമാനം നടപ്പാക്കുമെന്നാണ് പ്രകടന പത്രിക പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യുമെന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. പോണ്ടിച്ചേരിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയും രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ മാസം തോറും ധനസഹായവും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന പ്രകടന പത്രികയാണ് DMK പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളും മോദിയുടെ ഗ്യാരണ്ടിയും ജനം ഏറ്റെടുത്ത സാഹചര്യത്തിൽ അപ്രായോഗികമെന്ന് ഒറ്റനോട്ടത്തിൽ ബോധ്യമാകുന്ന ഉട്ടോപ്യൻ ചിന്തകളാണ് DMK പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതും. നാഷണൽ ഡെസ്ക്, ജനം.